ഗൈസ്, അപ്പോൾ എന്താ പറയുക, തമിഴ്നാട്ടിൽ കോയമ്പത്തൂരാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി പെട്ടെന്നൊരു തോന്നൽ നമ്മുടെ ആദിയോഗിയുടെ അടുത്തേക്ക് വരണമെന്ന്. അപ്പോൾ സമയമൊന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ വണ്ടി കയറി. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ 8 മണി വരെ ഗേറ്റ് തുറക്കുള്ളൂ എന്നുള്ളത്. എന്തായാലും അങ്ങനെ പിറ്റത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. ഇതപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇവിടെ 1-ാം തീയതി ഇവിടെ എത്താൻ പറ്റി. അങ്ങനെ ആദിയോഗിയുടെ അടുത്ത് നിൽക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര വെള്ളപ്പാണ്, പക്ഷെ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല കാറ്റ്, അടിപൊളി. അങ്ങനെ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ട് തോന്നുന്നു. കാരണം എന്താ പറയുക, അത്രയധികം വൈബാണ്. എന്താ പറയുക, ഒരുപാട് പേര് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആളാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾക്ക് എന്ന് പറയുന്നത് വളരെ സുഖമാണ്. അതായത് ട്രെയിൻ അധികം ചിലവില്ല, 500 രൂപയുടെ താഴെ വരുന്നുള്ളൂ ഇങ്ങോട്ട് എത്താനായിട്ട്. തൃശ്ശൂരിൽ നിന്നോ അല്ലെങ്കിൽ പട്ടാമ്പിയിൽ നിന്നോ ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് ബസ് കിട്ടുന്നതാണ്. ബസ്സിന് ഒരു ഏറി വന്നാൽ 65 രൂപ ആണ് ബസ്സിൻ്റെ ചാർജ്, അല്ലേ? അതെ, 65 രൂപയാണ് ബസ് ചാർജ്. അങ്ങനെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഞാൻ വന്ന ബസ്സിൻ്റെ വഴികളും അതുപോലെ ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പം ഇനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്ര നേരം ക്യാമറ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാറ്റിങ്ങനെ ഭയങ്കര വീശിയിട്ട്, ഇത് 3-ാമത്തെ 4-ാമത്തെ ഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു സ്ഥലം. ഇതെല്ലാം ഇവിടുത്തെ ചായക്കടകളും ജ്യൂസ് കടകളൊക്കെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കടയിൽ നിന്നും നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങി കഴിച്ചു. നല്ല രസമുള്ള സാധനങ്ങളാണ്. ചായ ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും ഒക്കെ നല്ല രസമുള്ളതാണ്. കാളവണ്ടി. കാളവണ്ടിയിലാണ് ഇവിടുന്ന് ആൾക്കാർ ആദിയോഗിയുടെ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് പോണത് കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേകതരം ഒരു അന്തരീക്ഷമാണ്. നമ്മളിവിടെ എത്തിയത് ഒരു 6 മണിക്ക്, 6-6:15 ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 9:30, 9:45 ആകുമ്പോഴൊരു സമയത്തുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഈ ഒരു പാട്ടും ഈ ഒരു നാമജപമൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയാലാണ് ഈ ആദിയോഗിയുടെ യോഗ സെൻറ്റർ കാണുന്നത്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ അതാ ഈ പറയുന്ന ആ 2 ഗേറ്റ് ഓഫ് സർപ്പത്തിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുള്ള 2 ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയാലാണ് നമുക്ക് ഈ യോഗ സെൻറ്റർ കാണാൻ പറ്റും. യോഗ സെൻറ്ററിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ക്ഷേത്രങ്ങളും പിന്നെ അവിടെ കുറേ തുണിക്കടകളും ഹോട്ടലുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ അതിനകത്ത് വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂര്യകുണ്ടെന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടൊരു അടിപൊളിയായിട്ട് തോന്നി. കാരണം നമുക്ക് അതിൽ കുളിക്കണമെങ്കിൽ ഒരു കുളമാണ് സൂര്യകുണ്ടെന്ന് പറയുന്നത്. ആ കുളത്തിൽ നമുക്ക് കുളിക്കണമെങ്കിൽ 20 രൂപ കൊടുക്കണം. നല്ല തണുപ്പാണ് വെള്ളം, നല്ല രസമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അവിടുന്ന് ഇതപ്പോൾ ഞാൻ ആ സ്ഥലങ്ങളൊക്കെ കണ്ട് നേരെ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോ ഇതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അതാ കാണുന്ന സ്ഥലത്താണ് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നൊക്കെ ഈ കഴുങ്ങിൻ്റെ പാളയിൽ ഭക്ഷണം കിട്ടുമല്ലോ, അതുപോലെയായിരുന്നു അവിടെ നിന്നുള്ള ഭക്ഷണം. നല്ല രസമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ റീൽസ് കണ്ടാൽ നിങ്ങൾക്ക് ആ ബിരിയാണിയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സമയം ഏകദേശം 9:45, 10 മണിയോട് അടുക്കുന്നു. ഇതായി കാണുന്ന വെയിൽ, നല്ല ഇളം കാറ്റ് ഒക്കെയാണ്. അങ്ങനെ മൂവ് ചെയ്തത് ആദിയോഗിയുടെ പ്രതിമയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഈ ഒരു പ്രതിമ നേരിട്ട് കാണുന്നത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒട്ടും നമുക്ക് എന്താ പറയുക, അത് അങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു ചൈതന്യം നമ്മളെ വല്ലാതെ എന്താ പറയുക പറയാൻ പറ്റണില്ല. ഇത്രയും വലിയൊരു കാര്യം ഇത്ര അടുത്തുനിന്ന് കാണുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ട്. പിന്നെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്നൊരു വൈബുണ്ട്, അത് വേറെയാണ്. അങ്ങനെ ഇതാ ഫ്രണ്ടിലെത്തി. അതിൻ്റെ താഴെ കുറച്ചൊരു ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ മേലെ മേഞ്ഞിട്ടുള്ളൊരു സ്ഥലം. അവിടെ
പൂജയൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ എന്നെ അവിടെ പിടിച്ചിരുത്തി, അണ്ണൻ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പൂജയൊക്കെ ഇതിലൊക്കെ പങ്കെടുത്തു. ആ കാണുന്ന സ്ഥലത്താണ് ശരിക്കും നമ്മൾ പ്രൈവറ്റായിട്ട് വണ്ടി കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ആൾ വണ്ടി നിർത്തിയിട്ട് നടന്നു വരുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ശരിക്കും ശിവൻ്റെ ഈ ഫ്രണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ വന്നത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും വരുന്നൊരു ബസ്. ആ ബസ്സിലാണ് കോയമ്പത്തൂർ ഇറങ്ങി ഗാന്ധിപുരത്തു നിന്നാണ് നമുക്ക് ബസ്സുള്ളത്. 14D എന്നാണ് ബസ് നമ്പറിൻ്റെ പേര്. ആ ബസ്സിൽ ഞങ്ങൾ മോർണിംഗ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 6 മണിക്ക് ഞങ്ങളിവിടെ എത്തി. അപ്പോഴും ബസ് അതിൻ്റെ നേരെ ബാക്കിലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെ നിർത്തി. ഈ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ഏകദേശം 5:30 അടുക്കുമ്പോൾ അടുത്തുള്ളൊരു ഷോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മളവിടെ നിന്ന് വരുന്ന സ്ഥലം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ ആദിയോഗിയുടെ അവിടെ ഒരു ലൈറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു, അതൊക്കെ കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി വീണ്ടും നല്ല നല്ല വീഡിയോകളും യാത്രകളുമായിട്ട് വരാം. നന്ദി, നമസ്കാരം. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is